CPM നേതാവ് സി കെ ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സി കെ ശശീന്ദ്രൻ, ഇപ്പോൾ കേരളത്തിന്റെ ആവശ്യം, കേരളത്തിന്റെ സമ്മർദ്ദം ഫലം കണ്ടിരിക്കുകയാണ്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ പ്രതിസന്ധി മാറുകയാണ് എന്ന് കരുതാമല്ലേ? തീർച്ചയായും രണ്ട് തടസ്സങ്ങളാണ് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നത്. ഒന്ന്, എസ്റ്റേറ്റ് ഉടമകൾ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കാമെന്നും ആ ഭൂമി മുഴുവൻ സർക്കാരിന്റെ ഭൂമിയാണെന്നുള്ള വാദം അംഗീകരിച്ച് കോടതി വിധിക്ക് വിധേയമായി സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ പണം തിരിച്ചു നൽകണമെന്ന ബോണ്ട് ഏർപ്പെടുത്തിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കണം എന്നൊരു നമുക്ക് സാധാരണമായിരുന്നു. കേരളം വളരെ അധികം ശക്തമായ സമ്മർദ്ദമായിരുന്നു അത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളത്. ആ നിലപാട് ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ളത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായ വിജയമാണ്. പിണറായി സർക്കാർ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി. MP-മാരുടെ നിലപാട് അക്കാര്യത്തിൽ യോജിച്ച നിലപാടുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ആഗ്രഹിച്ചിരുന്നു പറയാം. അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു പൊതുവിജയമായി, കേരളത്തിലെ ജനങ്ങളുടെ വിജയമായും കേരളത്തിലെ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ തീർച്ചയായും. നന്ദി ശ്രീ സി കെ ശശീന്ദ്രൻ പ്രതികരിച്ചതിന്. സേഫ് സൈൻ ലാബ്ദീൻ തുടരുന്നുണ്ട്. സേഫ്, ഈ സൂചിപ്പിച്ചതുപോലെ ഈ മുണ്ടക്കൈ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ പുനരധിവാസം സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി പൂർണ്ണമായും മാറിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയുമോ? അമൃത, അങ്ങനെ കൂടി നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഈ പണം എന്നതിനപ്പുറത്തേക്ക് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളത്. ഇപ്പോ റവന്യൂ മന്ത്രി അടക്കമുള്ളവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പണമല്ല അതിനകത്ത് പ്രശ്നം, നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടിക്രമങ്ങളാണ് അതിനകത്ത് പ്രശ്നം എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അത് കേരളത്തിലെ ജനങ്ങളോടൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അങ്ങനെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടൊരു വിധി കഴിഞ്ഞ ദിവസം വരുന്നു, ഈ ഭൂമി നിങ്ങൾക്ക് ഏറ്റെടുക്കാം. പക്ഷെ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് നഷ്ടപരിഹാര തുക നിങ്ങൾ ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് കൈമാറുകയോ അല്ലെങ്കിൽ അത് കെട്ടിവെക്കുകയോ വേണം എന്ന നിലപാട് സ്വീകരിക്കുന്നു. സംസ്ഥാന സർക്കാർ അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നതിന് പിന്നാലെ ഇപ്പോ സ്വാഭാവികമായിട്ടും അതിനനുകൂലമായി അപ്പോ നമ്മൾ ആ ഭൂമി ഏറ്റെടുക്കുന്നു, അതിന് പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ഉള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു അതീവ ദുരന്തമായി അതിതീവ്ര ദുരന്തമായി അതിനെ പ്രഖ്യാപിക്കുന്നു. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒരു സാമ്പത്തിക സഹായം ലഭ്യമാകും. നമ്മളൊരു പ്രത്യേക സാമ്പത്തിക സഹായമാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളത് വേറൊരു വസ്തുത. പക്ഷേ പ്രത്യേക സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ആ ഉത്തരവിൽ എവിടെയും പറയുന്നില്ല. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ നമുക്ക് തരേണ്ട പണമുണ്ട്, അത് സ്വാഭാവികമായിട്ടും നമുക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ അമൃത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോ നമുക്ക് പ്രതിസന്ധികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് പുനരധിവാസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രതിസന്ധികൾ, ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രതിസന്ധികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അമൃത സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുപോലെ തന്നെ ഈ പുനരധിവാസം പദ്ധതി ചർച്ച ചെയ്യാനായി മറ്റന്നാൾ മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇതുകൂടി വരുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമായി വരികയാണ്. അതെ, മറ്റന്നാൾ രാവിലെ 9 മണിക്ക് മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് ഈ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതാണ്. പക്ഷെ കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ തീരുമാനിച്ചത്. 26-ാം തീയതി ആ യോഗം ചേർന്നുകൊണ്ട് രാവിലെ 11 മണിക്ക് ഔദ്യോഗികമായി പുനർനിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ MD-യുടെ മരണം ഇതിനിടയ്ക്ക് അപ്രതീക്ഷിതമായി വന്നതോടുകൂടിയാണ് മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് മറ്റന്നാളത്തേക്ക് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു കരട് പദ്ധതി തയ്യാറാക്കി മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. അത് മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗം അംഗീകരിക്കും. 1200 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ, ഒറ്റ നിലയുള്ള വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം കാലിത്തൊഴുത്തടക്കമുള്ള സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അന്ന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ശേഷം വിവിധ സ്പോൺസർമാരുമായി സംസാരിക്കുന്നുണ്ട്. അതായത് വീട് വാഗ്ദാനം ചെയ്ത ആൾക്കാരുണ്ട്, 100, 50 അങ്ങനെ വിവിധ വീടുകൾ വാഗ്ദാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. ഇവരുമായെല്ലാം മുഖ്യമന്ത്രി അന്ന് ചർച്ച നടന്നു. മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ഈ പദ്ധതി പ്രഖ്യാപിക്കാൻ വേണ്ടിയിരിക്കുന്നതിനിടയിലാണ് കൂടുതൽ ആശ്വാസം നൽകിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമൃത.